5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശശി തരൂർ സാറെ കോൾ അടിച്ചല്ലോ. ശശി തരൂർ സാർ ഇങ്ങനെയൊക്കെ നിന്ന് ഒരു സൈഡിൽ കൂടെ ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ പ്രകീർത്തിച്ച് ദേശഭക്തി കാണിച്ചു, ദേശവിരുദ്ധക്കാരെയൊക്കെ തെറി പറഞ്ഞ് കോൺഗ്രസിനകത്ത് ഒരു കലാപമൊക്കെ ഉണ്ടാക്കി, കേരളത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, അതിനുള്ള കാൻഡിഡേറ്റ്ഷിപ്പൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ട് അതൊന്നും നടന്നില്ല. കേരളത്തിലാകെ ഒരു യാത്ര ചെയ്തു, NSSൽ പോയി സുകുമാരൻ നായരെ കണ്ടു, SNDPയിൽ വെള്ളാപ്പള്ളി നടേശനെ കണ്ടു, കാന്തപുരത്ത് പോയി, തങ്ങളെ കാണാൻ പോയി. അങ്ങനെ കുറച്ച് കേരളത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കിയാൽ അതൊന്നും ക്ലച്ച് പിടിക്കാതെ എങ്കിൽ പിന്നെ ഞാനില്ല, സതീശന, രമേശ് ചെന്നിത്തല ആരെങ്കിലും ആയിക്കോട്ടെ പോട്ടെ, അല്ലെങ്കിൽ സണ്ണി ജോസഫ്, സുധാകരനോ ഇനി VM സുധീരനോ ആരും ആയിക്കോട്ടെ, ഞാനില്ല കേരളത്തിലെന്ന് പറഞ്ഞ് അദ്ദേഹം ഡൽഹിയിൽ പോയി. അദ്ദേഹത്തിന് ഒരു വലിയ ഭാഗ്യ ജാതകം കൊള്ളാമെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു. അവിടെ ഭീകരവാദികൾ വന്ന് നമ്മുടെ ആളുകളെ കൊല്ലുന്നു, നമ്മൾ അവിടെ പോയി ഭീകരവാദികളെ കൊല്ലുന്നു, ഭീകര താവളങ്ങൾ ആക്രമിക്കുന്നു, അങ്ങനെ വിദേശ സംഘത്തിലേക്ക് ആളുകളെ അയക്കുന്നു. അതിൻ്റെ ചാമ്പ്യനായി ലീഡറായി ശശി തരൂരിനെ തീരുമാനിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ അടുത്ത് വരെ പോയി സംസാരിച്ച് വലിയ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്തും ശക്തമായ എതിർപ്പ് വന്നു, ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത്. പക്ഷെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മുൻപ് നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇതുപോലൊരു പാകിസ്ഥാനും ഇന്ത്യയുമായ ഒരു കലാപം നടന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയാണ് ശരിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഐക്യരാഷ്ട്രസഭയിലേക്ക് അയച്ചത്. നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയിയാണ് പിന്നെ പ്രധാനമന്ത്രിയൊക്കെയായ BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവായ അടൽ ബിഹാരി വാജ്പേയിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പിന്നെ നരേന്ദ്ര സറണ്ടർ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയൊക്കെ തെറിയൊക്കെ പറഞ്ഞ് നടക്കാതെ ഈ ചാൻസ് രാഹുൽ ഗാന്ധിക്ക് ഒപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എടുക്കാമായിരുന്നു. അത് രാഹുൽ ഗാന്ധി എടുത്തുമില്ല, ശശി തരൂർ കയറി എടുക്കുകയും ചെയ്തു. എന്നാൽ പൊല്ലാപ്പ് ഇത് പോയിട്ട് വന്ന ശല്യം തീരും, പണ്ടാര അടങ്ങട്ടെ എന്ന് വിചാരിച്ച് കോൺഗ്രസ് വിചാരിച്ചിരുന്നപ്പോഴാണ് പുതിയ വാർത്ത വരുന്നു. വിദേശ ദൗത്യം സ്ഥിരമായി സമിതി ഉണ്ടാക്കുന്നു, സ്ഥിര സമിതിയുടെ അധ്യക്ഷനായി തരൂർ. പോരെ ചേട്ടന്, ലോകം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ UN ഇരുന്നിട്ട് സഞ്ചരിച്ചെങ്കിൽ, UN സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി അല്ല, UN അണ്ടർ സെക്രട്ടറി ആയിരുന്നു, ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റിയെങ്കിൽ ഇപ്പോഴിതാ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിലെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പുതിയ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയില്ലേ? അപ്പം കോളടിച്ചു നമ്മളെ ശശിയേട്ടൻ. ഇനിയിപ്പം ഇവിടെ ഒരു MP ആയിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യമില്ല, താങ്കൾ ഒരു ഐക്യരാഷ്ട്രസഭയിലേക്ക് പോവുക, അല്ലെങ്കിൽ അടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിടിക്കുക. ഗവർണർ കുറച്ച് ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഗവർണറായാലും മതി, അത്ര ചെറുതല്ല. ഗവർണർ സ്ഥാനം പിടിക്കുക, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് കുറച്ചുകൂടെ നല്ലത്. വൈസ് പ്രസിഡന്റ് സ്ഥാനം പിടിക്കുക, പിന്നെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായിട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, അവിടെ പിടിക്കുക. അങ്ങനെ വലിയ സാധ്യതയാണ് താങ്കളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, താങ്കൾ ഇങ്ങനെ നിന്ന് പിന്നെ ഒരു സൈഡിൽ കൂടെ കയറി മോഡിയുടെ ഗുഡ് ബുക്കിൽ കയറി ഇപ്പോൾ 32 രാജ്യങ്ങൾ സഞ്ചരിച്ച ടീമിൻ്റെ ക്യാപ്റ്റനായി 59ഓളം വരുന്ന MP മാർ. അതിൽ ആരൊക്കെയാ? സിംഹങ്ങളും പുലിക്കുട്ടി എല്ലാവരും ഉണ്ടല്ലോ, കനിമൊഴി, അതുപോലെ ജോൺ ബ്രിട്ടാസ്, CT മുഹമ്മദ് ബഷീർ, അതുപോലെ നമ്മുടെ പിന്നെ OYC, എല്ലാം പ്രഗത്ഭരല്ലേ. വിവിധ പാർട്ടിയിലുള്ളവർ, മുസ്ലിം ലീഗിലുള്ളവർ, DMK-യിലുള്ളവർ, CPM-ലുള്ളവർ, എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് പോകാനുള്ള ടീമിൻ്റെ ക്യാപ്റ്റനായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ അവസരം കിട്ടി. ലോക രാജ്യങ്ങളുടെ സമാധാന ദൂതനായി ഇതാ വരുന്നു നമ്മുടെ ശശി തരൂർ എന്നുള്ള രീതിയിൽ, ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ശശി തരൂർ വളർന്നു കഴിഞ്ഞു. ലോക പൗരൻ, ആഗോള പൗരൻ, വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ലോക പൗരനായി, പിന്നെ നമുക്ക് വിശ്വം പിന്നെ പിടിക്കാം, ലോക പൗരനായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ശശി തരൂരിൻ്റെ അവസാനത്തെ ഈ പരിപാടി, അവസാനത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഐറ്റം ക്ലിക്ക് ചെയ്തു. മോഡിയുടെ ഗുഡ് ബുക്കിൽ കയറി, ഇന്ത്യയുടെ ഗുഡ് ബുക്കിൽ കയറിയിട്ടുണ്ട്, ലോകത്തിൻ്റെ ഗുഡ് ബുക്കിൽ കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ കാലമാണിനി വരാനിരിക്കുന്നത്. ശശി അണ്ണൻ ഒരു 1.5 ആട്ടമങ്ങ് ആടും.